എത്ര പ്രാക്ടീസ് ചെയ്തിട്ടും എനിക്ക് നല്ല ചിത്രങ്ങൾ വരയ്ക്കാൻ പറ്റുന്നില്ല. ഭൂരിഭാഗം ബിഗിനർ ആർട്ടിസ്റ്റുകൾക്കും ഇത്തരത്തിലുള്ള തോന്നൽ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. മെയിൻ ആയിട്ടും 5 റീസൺസ് കൊണ്ടാണ് ഈ തോന്നൽ ഉണ്ടാവുന്നത്. ഒന്നാമത്തെ കാര്യം, സ്കിപ്പിംഗ് ദ ബേസിക്സ്. നിങ്ങൾ ആർട്ടിൽ ബേസിക്സ് സ്കിപ്പ് ചെയ്ത് പഠിച്ചു വന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഓരോ ചിത്രങ്ങൾ വരയ്ക്കുമ്പോഴും അതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ലൈൻസ്, ഷേപ്സ്, വാല്യൂസ്, ടെക്സ്ചർ, ഇതിലൊക്കെ ഡൗട്ടുകൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കോൺഫിഡന്റ് ആയിട്ട് ചെയ്ത് കംപ്ലീറ്റ് ആക്കാനായിട്ട് പറ്റില്ല. സെക്കൻഡ് പോയിന്റ്, ലാക്ക് ഓഫ് ഒബ്സർവേഷൻ. ഒരു ചിത്രം അതിന്റെ 90% റിസൾട്ട് ഇരിക്കുന്നത് നിരീക്ഷണ പാഠവം അതോ ഒബ്സർവേഷനിലാന്ന് പറയാറുള്ളത്. മൂന്നാമത്തെ പോയിന്റ്, ഫിയർ ഓഫ് മിസ്റ്റേക്സ്. ഇതിനെ പേടിച്ചിരുന്നിട്ടാണ് നിങ്ങൾ ഒരു ആർട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസിനെ ബാധിക്കും, നിങ്ങളുടെ ആർട്ട് വർക്സിന്റെ ക്വാളിറ്റിനെ അത് ബാധിക്കും. ഫോർത്ത് പോയിന്റ്, ഇൻകൺസിസ്റ്റന്റ് പ്രാക്ടീസ്. ഇപ്പൊ കുറച്ച് ബിഗിനേഴ്സ് നല്ല രീതിയിൽ പടം വരയ്ക്കണം എന്നൊക്കെ വിചാരിച്ച് ആദ്യത്തെ 2-3 ദിവസം ഭയങ്കരമായിട്ട് പ്രാക്ടീസ് ചെയ്യും, രാവും പകലിരുന്ന് പ്രാക്ടീസ് ചെയ്യും. പിന്നെ 3-4 മാസത്തേക്ക് പടമൊന്നും വരയ്ക്കില്ല. ഇങ്ങനെ ഇൻകൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ആർട്ടിൽ നല്ല റിസൾട്ട് ഉണ്ടാവില്ല. അഞ്ചാമത്തെ ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ്, നിങ്ങൾ എല്ലാവരും യൂട്യൂബിൽ ആർട്ട് ട്യൂട്ടോറിയൽസ് ഒക്കെ കാണുന്ന ശീലം ഉണ്ടെങ്കിൽ, ഒരുപാട് ട്യൂട്ടോറിയൽ കണ്ട് അതിന്റെ ഇൻഫർമേഷൻ ഒക്കെ മനസ്സിൽ സേവ് ചെയ്ത് വെക്കുന്ന ഒരാളാണെങ്കിൽ അതും ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലോട്ട് നിങ്ങളെ കൊണ്ടുപോകാനുള്ള ചാൻസ് ഉണ്ട്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പെയ്ഡ് ആയിട്ടോ ഫ്രീ ആയിട്ടോ നല്ലൊരു സ്ഥലത്ത് പോയിട്ട് ആർട്ട് പഠിക്കുക. സ്ട്രക്ചേർഡ് ആയിട്ട് നല്ലൊരു സിലബസിലൂടെ ആർട്ട് പഠിപ്പിക്കുന്ന സ്ഥലത്ത് പോയിട്ട് ഏറ്റവും ബേസിക്സ് മുതൽ ഫൗണ്ടേഷൻസ് മുതൽ അഡ്വാൻസ് ലെവൽ വരെ ഓർഡറിൽ പഠിച്ചെടുക്കാനും അത് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യാനും ശ്രദ്ധിക്കുക.